ഹായ് മക്കളെ, നമസ്കാരം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയുടെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ആ പാഠഭാഗം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. നമ്മളതിൻ്റെ സംഗ്രഹം സെറ്റാക്കും, ചോദ്യോത്തരം സെറ്റാക്കും. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കിക്കൊള്ളാം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള. ആദ്യം എന്താണ് തിരക്കഥ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സാഹിത്യ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, തിരക്കഥ എന്ന് വിളിക്കുന്നത്. സിനിമയുടെ സാഹിത്യ രൂപമാണേത്, തിരക്കഥ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എന്ത് രൂപമാണ്? സിനിമ എന്ന് പറയുന്നത് ദൃശ്യ ശ്രാവ്യ രൂപമാണ്. സിനിമ എന്ന് പറയുന്നത് ദൃശ്യ ശ്രാവ്യ രൂപമാണ്. ആ സിനിമയുടെ സാഹിത്യ രൂപമാണേത്, തിരക്കഥ. സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. ഓക്കെ, നോക്കുക. തിങ്കളാഴ്ച നല്ല ദിവസം. പി പത്മരാജൻ മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു പി പത്മരാജൻ. 1945 മെയ് 23 ഇദ്ദേഹം ജനിച്ചത്. 1991 ജനുവരി 24 മരണപ്പെട്ടു. നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലാണ്. അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മരാജൻ്റെ തിരക്കഥകൾ പെരുവഴി അമ്പലം, ഇതാ ഇവിടെ വരെ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. നോക്കുക, പാഠഭാഗം നമ്മൾ എടുക്കുന്നത്. ഞാൻ നേരെ സംഗ്രഹത്തിലേക്ക് പോകുന്നു, നിങ്ങൾ വായിച്ചു നോക്കുക. പാഠസംഗ്രഹം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ്റെ തിരക്കഥ കേരളത്തിൻ്റെ മുഖം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സംസ്കാരത്തിൻ്റെ ഉന്നതത്തിലെത്തിയ കേരളത്തിലെ ധാരാളം മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുർഗതിയാണ് പത്മരാജൻ വരച്ചു കാണിക്കുന്നത്. മക്കൾ അഭ്യസ്തവിദ്യരായി ജോലിക്കാരായി ഫ്ലാറ്റിൽ താമസിക്കുന്നതോടെ പ്രായമേറെയായ മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ശരണാലയത്തിലോ ആക്കി മരണപ്പെടുമ്പോൾ ദഹിപ്പിക്കാനുള്ള പണവും മുൻകൂറായി അടച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്ന മക്കളുടെയും അത് സഹിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയും തിക്താവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. അതിൻ്റെ തിരക്കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നതിൻ്റെ ചെറിയൊരു ഭാഗം. സെറ്റാണല്ലോ സംഗ്രഹം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ്റെ തിരക്കഥ. സംസ്കാരത്തിൻ്റെ ഉന്നതത്തിലെത്തിയ കേരളത്തിലെ, നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്, ആ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ദുർഗതിയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. മക്കളെല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടി ജോലിക്കാരായി ഫ്ലാറ്റിൽ താമസിക്കുന്നതോടെ പ്രായമുള്ള മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ശരണാലയത്തിലോ ആക്കി മരണപ്പെടുമ്പോൾ ദഹിപ്പിക്കാനുള്ള പണവും മുൻകൂറായി അടച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്ന മക്കളുടെയും അത് സഹിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയും തിക്താവസ്ഥയാണ് ഈ സിനിമയിൽ എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ദെൻ ചോദ്യോത്തരത്തിൽ കിടക്കാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് എഴുതുക. നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവർത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ്. വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചത് ഒരു വഞ്ചനയായിട്ടാണ് അമ്മക്ക് അനുഭവപ്പെട്ടത്. മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും തന്നെ ഒരു തടസ്സമായി കണ്ട് തന്നെ ഒഴിവാക്കുന്നു എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചു. മക്കളുടെ സൗകര്യത്തിന് താനൊരു തടസ്സമാണെന്ന് കണ്ട് തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, ഒഴിവാക്കാൻ പോവാണെന്നുള്ള തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചു. അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ഒരു ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത്. തന്നാൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരു മാർഗം മക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ആ അമ്മയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു ആ വാക്കുകൾ. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്, വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ഈ തിരക്കഥയിൽ ദൃശ്യമായിട്ടുള്ളത്. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ. ഓക്കെ, നോക്കുക. സാംസ്കാരിക കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടുംബ ജീവിത പ്രശ്നത്തിലേക്കാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ വിരൽ ചൂണ്ടുന്നത്. പ്രായമായവർ, അച്ഛനമ്മമാർ,
വീടിൻ്റെ ഐശ്വര്യമാണെന്ന് കരുതിപ്പോന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. ഈ തിരക്കഥയിലെ കഥാപാത്രമായ ഗോപൻ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക അടിത്തറ ഒരുക്കി ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് അകന്നു മാറാനുള്ള ആധുനിക മനുഷ്യൻ്റെ പ്രവണതയെ സൂചിപ്പിക്കുന്നു. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവണതയും ഇവിടെ കാണാം. ഇനി കഥാപാത്രമായ ബിന്ദു ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലയാവുന്നത് മുതിർന്ന പൗരന്മാരെ ഭാരമായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മ മക്കളുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് കുറേ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന ഗോപൻ്റെ സംസാരവും മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് താല്പര്യം കൊടുക്കാതെ തങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുമുള്ള മക്കളുടെ മനോഭാവത്തെ എടുത്തു കാണിക്കുന്നു. ഇങ്ങനെ കഥാഗതിയിൽ ഇതിനെ തുടർന്നുള്ള അമ്മയുടെ പ്രതികരണം മാറ്റങ്ങളോടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ്. താൻ സ്നേഹിക്കുന്ന വീടും വളർത്തുമൃഗങ്ങളെയും ഉപേക്ഷിച്ച് പോകാൻ അവരൊട്ടും താല്പര്യം കാണിക്കുന്നില്ല. ഒടുവിൽ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ പറച്ചിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ആത്മാഭിമാനത്തെയും മക്കൾക്ക് ഭാരമാകാതിരിക്കാനുള്ള തീരുമാനത്തെയും സൂചിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ തിരക്കഥ. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ബന്ധവ്യവസ്ഥയെ ശിഥിലമാക്കുന്ന സമകാലിക കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അത് തുറന്നു കാട്ടുന്നു. സെറ്റ്. ദെൻ നെക്സ്റ്റ്, തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. ഈ അമ്മയെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക, പരീക്ഷയ്ക്കുണ്ടാവും. തിരക്കഥയിലെ കേന്ദ്രവും കരുത്തുറ്റവുമായ ഒരു കഥാപാത്രമാണ് അമ്മ. അവരുടെ വ്യക്തിത്വം ലളിതമാണ്, എന്നാൽ ദൃഢമാണ്, ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. ഗ്രാമീണ ജീവിതത്തോടും സ്വന്തം ചുറ്റുപാടുകളോടുമുള്ള ആഴത്തിലുള്ള അടുപ്പം അവരുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ആടിനെയും പശുവിനെയും പരിപാലിക്കുന്നതോടൊപ്പം വീട്ടുജോലികളിലും അവർ അഭിരമിക്കുന്നുണ്ട്. ഗോപനും നാരായണൻകുട്ടിയും ചേർന്ന് വീട് വിൽക്കാനും തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ കണ്ണീരണിയുന്നുവെങ്കിലും മാനസിക കരുത്തോടെ ഉയരുന്നുണ്ട് ഈ കഥാപാത്രം. കഥയുടെ അന്ത്യത്തിൽ വേദനകരമെങ്കിലും ദൃഢചിത്തയായി മാറുന്നുണ്ടവർ. വീട് വിട്ടുപോകുമ്പോൾ കരയാതെ എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ കടുത്ത നിലപാട് മക്കളെ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ളതാണ്. ആർക്കും ഭാരമാവാതെ സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ മുന്നേറ്റം. മക്കളോടുള്ള അവരുടെ ഇടപെടലുകൾ സ്നേഹവും ആശങ്കയും നിസ്സഹായതയും കലർന്നതാണ്. അമ്മ കരയുന്നില്ല, ഒരു പ്രത്യേകതരം പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. ഇവിടെ എന്താണ് ആശയം വ്യക്തമാക്കുക? തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു നിമിഷമാണിത്. വളരെ ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അവർക്ക് വൃദ്ധയായ അമ്മയെ സംരക്ഷിക്കാൻ വയ്യ എന്നല്ല, ഫ്ലാറ്റ് വിൽക്കാൻ കിടപ്പാടം വിൽക്കുകയും വേണം. അതിനുവേണ്ടി അവർ അമ്മയെ ശരണാലയം എന്ന വൃദ്ധസദനത്തിലാക്കുന്നു. അവിടേക്ക് പോകാൻ കാറിൽ കയറുന്ന സമയത്തുള്ള അമ്മയെയാണ് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത്. കാറിൽ കയറുന്ന സമയത്തുള്ള അമ്മയെയാണ് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ വീടും പുരയിടവും നഷ്ടമായിട്ട് പോകേണ്ടി വരിക ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ദുഃഖം മറയ്ക്കുവാൻ അവർ മുഖത്തേക്ക് പ്രസന്നത കാണിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ചോദ്യോത്തരം എന്ത് ചെയ്യുക, സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.